എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്ന ആരാണോ നിങ്ങൾ? അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ PT എക്സാം എഴുതാൻ വേണ്ടി എക്സാം സെൻ്ററൊക്കെ ബുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ പ്രാക്ടീസിങ്ങിലായിരിക്കും അല്ലേ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് നമ്മൾ എക്സാമിന് പോകുമ്പോൾ എക്സാം സെൻറ്ററിൽ എത്തുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം ചെയ്യണ്ട എന്നുള്ളത് പല സ്റ്റുഡൻസിനും ഒരു ഡൗട്ട്ഫുൾനെസ് ആയിട്ട് നിൽക്കുവാണ് അല്ലേ. അപ്പോൾ ആ ഒരു ഡൗട്ടൊക്കെ തീർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. വേറൊന്നുമല്ല, എക്സാം സെൻറ്ററിലേക്ക് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ എക്സാമിന് മുന്നത്തെ ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ കൊണ്ടുപോകണ്ട എന്നുള്ളതിനുള്ള കൃത്യമായിട്ടൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നമ്മൾ ചെയ്യാത്തതും ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ വരുത്തുന്ന ചെറിയ തെറ്റുമൂലം ചിലപ്പോൾ നമ്മൾ എക്സാം സെൻറ്ററിൻ്റെ വാതിൽ വരെ ചെന്നിട്ട് അവിടെ നിന്ന് നമ്മൾ റിജക്റ്റ് ആവാറുള്ള സിറ്റുവേഷൻസ് പലപ്പോഴും എല്ലാവർക്കും കാണാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ പറയുന്നത്. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ അവസാനം വരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ അധികം ഉപകാരപ്പെടും. നിങ്ങൾ ചോദിക്കുന്ന പല രീതിയിലുള്ള സംശയങ്ങൾക്കുമുള്ള മറുപടി ആയിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ. സോ ഡോണ്ട് സ്കിപ്പ് ദിസ് വീഡിയോ. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഈ വർഷം എക്സാം ഈ ഡിസംബർ ഇപ്പോൾ ലാസ്റ്റായി, ഈ എക്സാമിലേക്ക് ലാസ്റ്റ് ഡേറ്റിലേക്ക് ഡേറ്റ് എടുത്തേക്കുന്നവരും അതുപോലെ ഇനി ജനുവരിയിലേക്ക് ഡേറ്റ് എടുത്തവർ അവർക്കും കൂടി ഉള്ളതാണ്. കാരണം നമുക്കിപ്പോൾ 2025 കഴിഞ്ഞപ്പോൾ കുറച്ചധികം മാറ്റങ്ങൾ നമ്മളുടെ PTയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മാറ്റങ്ങൾ 2025 മുതൽ ഇനി അങ്ങോട്ട് 2026ലേക്കും എക്സാം എഴുതാൻ പോകുന്നവർക്കും കൂടിയുള്ള ഒരു ബെനഫിഷ്യൽ ആയിട്ടുള്ളൊരു വീഡിയോയും കൂടിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം PTയുടെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാ സെൻറ്റേഴ്സും കംപ്ലീറ്റ്ലി ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള സെക്യൂരിറ്റി പ്രോസസ്സ് ഫോളോ ചെയ്തു പോകുന്നതാണ്. ആൻഡ് ഓൾസോ അവിടെ നമ്മളുടെ ബയോമെട്രിക് സ്കാനിങ് വരെ അവിടെ നടക്കുന്നുണ്ട്. സോ നമ്മളെല്ലാവരും തന്നെ ഒരു വളരെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്കും കൂടിയാണ് നമ്മൾ എക്സാം എഴുതാൻ പോകുന്നത്. സോ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്യേണ്ടാത്ത കാര്യങ്ങളുണ്ട്, ചെയ്യേണ്ടുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഇനി 2026ലേക്കും കൂടി ഉപകാരപ്രദമായിട്ടുള്ളതാണ്. സോ ഡോണ്ട് സ്കിപ്പ് ദിസ് വീഡിയോ. ഓക്കെ, ഇനി എസെൻഷ്യൽ ഡോക്യുമെൻറ്റ്സ്, അതായത് എക്സാമിന് പോകുമ്പോൾ നമുക്ക് മെയിനായിട്ട് കൊണ്ടുപോകേണ്ട 2 ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുക. നമ്മളുടെ ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് അവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മളുടെ വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ടാണ്. അതിലൊന്നാണ് വാലിഡ് ഒറിജിനൽ പാസ്പോർട്ട് നമ്മളെ കയ്യിൽ വേണം. അത് നമ്മളെ കയ്യിൽ വേണം എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ കോപ്പി ആയിട്ട് തന്നെ നമ്മളെ കയ്യിൽ വേണം. അല്ലാതെ ഫോണിൽ ഫോട്ടോയോ PDF ആയിട്ട് കഴിഞ്ഞാൽ അവർ അത് നോക്കത്തില്ല. സോ വാലിഡ് ആയിട്ടുള്ള ഒറിജിനൽ പാസ്പോർട്ട് തന്നെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. അവിടെ ഒരു കാരണവശാലും സ്വീകരിക്കില്ല, ഫോട്ടോ കോപ്പീസ് ഒന്നും അവർ സ്വീകരിക്കില്ല. നമ്മളുടെ കയ്യിൽ ഒറിജിനൽ പാസ്പോർട്ട് ഫിസിക്കലായിട്ട് തന്നെ ഇവിടെ കാണിക്കുകയും വേണം. ആൻഡ് ഓൾസോ അടുത്തതാണ് ബുക്കിംഗ് കൺഫർമേഷൻ. അതായത് നമ്മൾ എക്സാം ബുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കൺഫർമേഷൻ മെയിൽ വരും. അതിൻ്റെ ഒരു കോപ്പി, പ്രിൻറ്റഡ് കോപ്പി നമ്മളുടെ കയ്യിൽ വേണം. അത് ജസ്റ്റ് ലൈക്ക് ഒരു ഹോൾ ടിക്കറ്റ് പോലെ നമുക്ക് കരുതാം. അപ്പോൾ അതും കൂടി ആയിട്ടാണ് നമ്മൾ എക്സാമിന് പോകേണ്ടത്. ഈ 2 എസെൻഷ്യൽ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ് നമ്മുടെ കയ്യിൽ വേണം. ഒന്ന് വാലിഡ് ആയിട്ടുള്ള പാസ്പോർട്ട്, അതിൻ്റെ ഫോട്ടോ കോപ്പിയോ അല്ലെങ്കിൽ ഫോട്ടോസ്റ്റാറ്റുകളോ ഒന്നും തന്നെ സ്വീകരിക്കുന്നതല്ല. ഒറിജിനൽ പാസ്പോർട്ട് തന്നെ കൊണ്ടുപോകണം. ആൻഡ് ഓൾസോ കൺഫർമേഷൻ, ബുക്കിംഗ് കൺഫർമേഷൻ്റെ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഒരു പേപ്പർ, അതായത് പ്രിൻറ്റഡ് ആയിട്ടുള്ള വേർഷൻ നമ്മുടെ കയ്യിൽ വേണം. ആൻഡ് ഓൾസോ ഒരു കാരണവശാലും ID റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്നത് ഒരു കാരണവശാലും നമ്മളുടെ എക്സാമിന് കൊടുക്കുന്ന അതേ സ്പെല്ലിങ് തന്നെയായിരിക്കണം നമ്മുടെ പാസ്പോർട്ടിലേതും. അതായത് ഏതെങ്കിലും ഒരു ചെറിയ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വന്നാൽ പോലും മേ ബി അത് വാലിഡ് ആയിട്ട് അവർ പ്രൂഫാക്കി എടുക്കുന്നതല്ല. സോ കുഞ്ഞു ഫോട്ടോ മസ്റ്റ് ബി റെക്കഗ്നൈസബിൾ. ആ ഫോട്ടോയിൽ കാണുന്നത് നമ്മളാണ് തന്നെയുള്ള രീതിയിലുള്ള പാസ്പോർട്ട് തന്നെ നമ്മളുടെ കയ്യിൽ വേണം. അല്ലാതെ പാസ്പോർട്ടിൽ വേറൊരാളുടെ ഫോട്ടോ നമ്മളുടെ തന്നെയാണെങ്കിലും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളതാണ് എന്നുണ്ടെങ്കിൽ അതും വാലിഡ് ആവില്ല. അപ്പോൾ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം. അതായത് വാലിഡ് ആയിട്ടുള്ളൊരു പാസ്പോർട്ട്, എക്സാം ബുക്കിംഗ് കൺഫർമേഷൻ്റെ ഒരു പ്രിൻറ്റഡ് കോപ്പി, പിന്നെ ഇനി അക്സെപ്റ്റ് ചെയ്യാത്ത കുറച്ച് സംഭവങ്ങളുണ്ട്. അതായത് ചിലവർ ഡ്രൈവിംഗ് ലൈസൻസ് കൊണ്ടുപോകും, അതൊന്നും കൊണ്ടുപോകണ്ട. നമുക്ക് എക്സാക്റ്റ് വാലിഡ് ആയിട്ടുള്ളൊരു ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് നമ്മളുടെ പാസ്പോർട്ടാണ്. അത് കൃത്യമായിട്ട് പേരുകളിൽ ഒരു മിസ്മാച്ചും ഇല്ലാതെ, അതായത് എക്സാം കൺഫർമേഷനിൽ കൊടുത്തേക്കുന്ന ആ ഒരു ഇതിലുള്ള നമ്മളുടെ പേരും പാസ്പോർട്ടിലുള്ള പേരും സെയിം ആയിരിക്കണം. ഈവൻ ചെറിയൊരു ലെറ്റർ പോലും മിസ്റ്റേക്സ് വന്നാൽ അത് ഇൻവാലിഡ് ആകും.
ആൻഡ് ഓൾസോ ഡ്രൈവിംഗ് ലൈസൻസോ അതുപോലെ നാഷണൽ ID കാർഡ്സോ ഫോട്ടോ കോപ്പീസോ ഒന്നും തന്നെ വാലിഡ് അല്ല. അപ്പോൾ ഈ ഒരു കാര്യം ആദ്യത്തിലെ തന്നെ ശ്രദ്ധിക്കുക. ദെൻ അടുത്തത്, ഇനി എന്തൊക്കെ സംഭവങ്ങൾ നമുക്ക് നോട്ട് ബ്രിങ്, കൊണ്ടുപോകാൻ പാടില്ലാത്ത കുറച്ച് ഐറ്റംസ് ആണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ഒന്ന് ഇലക്ട്രോണിക് ഡിവൈസസ്, അതായത് നമ്മളുടെ സ്മാർട്ട് വാച്ച്, റെഗുലർ വാച്ചസ് ആൻഡ് ഓൾസോ ടാബ്ലറ്റ്, ഐപാഡ്സ് അല്ലേ, അതൊക്കെ എന്താ പറയുക നമ്മളുടെ ഇലക്ട്രോണിക് ഡിവൈസുകളാണ്. ഈ പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസസുകളൊന്നും അവിടെ അലൗഡ് അല്ല, അതൊന്നും കൊണ്ടുപോകാനേ പാടില്ല. ആൻഡ് ഓൾസോ ബ്ലൂടൂത്ത് ഡിവൈസസ്, USB ഡ്രൈവേഴ്സ്, കാൽക്കുലേറ്റേഴ്സ്, ഇതൊക്കെയാണ് ഇലക്ട്രോണിക് ഡിവൈസസ്. ഈ പറയുന്ന ഇലക്ട്രോണിക് ഡിവൈസസ് ഒന്നും അലൗഡ് ഇല്ല. ദെൻ പേഴ്സണൽ ഐറ്റംസ് ആയ നമ്മളുടെ വാലറ്റ്സ്, പേഴ്സസ്, ബാക്ക് പാക്സ് ആൻഡ് ഓൾസോ ഫുഡ് ഐറ്റംസ്, സ്നാക്സ്, ചൂയിങ് ഗം, പേഴ്സണൽ പെൻസ്, പെൻസിൽ, ഇറേസേഴ്സ് ഒന്നും, ഈവൻ ദോ നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ ഉപയോഗിച്ച് നമ്മുടെ നോട്ട്ബുക്ക് പോലും ഒന്നും തന്നെ കൊണ്ടുപോകാൻ പാടില്ല. അതാണ് പേഴ്സണൽ ഐറ്റംസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ആക്സസറീസ് ആൻഡ് ക്ലോത്തിങ്, വിച്ച് മീൻസ് നല്ല രീതിയിലുള്ള ക്ലോത്ത് എപ്പോഴും നമ്മൾ സ്വീകരിക്കാൻ ശ്രദ്ധിക്കുക. ആൻഡ് ഓൾസോ ഓൾ ജ്വല്ലറി, അതായത് അധികമായിട്ടുള്ള ജ്വല്ലറീസ് ഒന്നും നമ്മളവിടെ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഫാഷൻ ഹാറ്റ്സ്, ക്യാപ്സ്, അതുപോലെ ഹെഡ് വെയർ, ഫാഷൻ സ്കേർട്സ്, നമ്മളുടേതായിട്ടുള്ള നമ്മൾ ഫാഷനബിളായിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളോ ജ്വല്ലറീസോ ഒന്നും തന്നെ അവിടെ കൊണ്ടുപോകേണ്ട ആവശ്യമേ ഇല്ല, അതൊന്നും അലൗഡ് അല്ല അവിടെ. ആൻഡ് ഓൾസോ ബെൽറ്റ്, ഹുഡീസ്, അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും ഉപയോഗിക്കരുത്. നമ്മൾ പ്രോപ്പറായിട്ട് ഒരു എക്സാമിന് പോകുമ്പോൾ നമ്മൾ എങ്ങനെ പോകുന്നു എന്നുള്ള രീതിയിൽ തന്നെ പോവുക. ഈ പറയുന്ന കാര്യങ്ങളൊന്നും, ജാക്കറ്റ്സ് വിത്ത് പോക്കറ്റ്സ്, ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ അവിടെ അലൗഡ് ഇല്ല. ആൻഡ് ഓൾസോ മെഡിസിനൽ ഐറ്റംസ്, അതായത് ചിലവർ മെഡിസിൻസ് ഉപയോഗിക്കും, അപ്പം മെഡിസിൻസ്, അതുപോലെ ഐ ഡ്രോപ്സ്, പേഴ്സണൽ മെഡിക്കൽ ഡിവൈസസ്, ഹാൻഡ് സാനിറ്റൈസർ, ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് അവിടെ അലൗഡ് അല്ല. ഇതൊക്കെയാണ് നമ്മൾ കൊണ്ടുപോകാൻ പാടില്ലാത്ത കാര്യങ്ങൾ. അതായത് ഇലക്ട്രോണിക് ഡിവൈസസ്, പേഴ്സണൽ നമ്മളുടേതായിട്ടുള്ള പേഴ്സണൽ ബിലോങ്ങിങ്സ്, അതുപോലെ ആക്സസറീസ്, നമ്മളെ ക്ലോത്തിങ് പോലും വളരെ മാന്യമായിട്ടുള്ള ഡ്രസ്സ് ധരിച്ച് പോകാൻ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക. അതിൻ്റെ കൂടെ ഭയങ്കര ഡെക്കറേറ്റീവ് ആയിട്ടുള്ളതും അങ്ങനത്തെ ഡ്രസ്സുകളൊന്നും അതൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുക കേട്ടോ. ആൻഡ് ഓൾസോ മെഡിക്കൽ ഐറ്റംസ് ആയ ഹാൻഡ് സാനിറ്റൈസർ, അതുപോലെ ഐ ഡ്രോപ്സ്, മെഡിസിൻസ്, അതായത് ഇറലവൻ്റ് ആയിട്ടുള്ള ഐറ്റംസ് ഒന്നും തന്നെ നമുക്ക് അതിൻ്റെ അകത്തേക്ക് അലൗഡ് അല്ല. ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ടുപോയാൽ തന്നെ നമ്മൾ അവിടെ വെച്ച് തന്നെ റിജക്റ്റ് ചെയ്യുന്നതാണ്. സോ ഈ പറയുന്ന കാര്യങ്ങൾ, അതായത് ഇലക്ട്രോണിക് ഡിവൈസോ ഏത് രീതിയിലുള്ള ഇലക്ട്രോണിക് ഡിവൈസസ് ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. പേഴ്സണൽ ഐറ്റംസ്, നോട്ട്ബുക്ക്, പെന്ന്, ജ്വല്ലറി ഇൻക്ലൂഡിങ് ജ്വല്ലറീസ്, പിന്നെ ആക്സസറീസ് ആയിട്ട് നമ്മളെ ക്ലോത്തിങ്ങിൽ തന്നെ നല്ല മാറ്റം വരുത്തിയിട്ട് വേണം പോകാൻ. ഓൾസോ മെഡിക്കൽ ഐറ്റംസ്. ഇനി വരുന്നത് ഐറ്റംസ് യു ക്യാൻ ബ്രിങ്. ഇത്രയും നമ്മൾ നേരത്തെ പറഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകാൻ പാടില്ലാത്ത സംഭവങ്ങളായിരുന്നു. ഇനി വന്നേക്കുന്ന ഐറ്റംസ് യു ക്യാൻ ബ്രിങ്. ഇനി നമുക്ക് കൊണ്ടുപോകാൻ അലൗഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. അത് ലിമിറ്റഡ് ഐറ്റംസേ ഉള്ളൂ, അത് മാത്രമേ കൊണ്ടുപോകാൻ പാടുള്ളൂ. അതർവൈസ് ബാക്കിയൊന്നും തന്നെ അവിടെ അലൗഡ് അല്ല. ഫസ്റ്റ് വൺ ഈസ് വാലിഡ് ഒറിജിനൽ പാസ്പോർട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ ഐ എം ടോൾഡ് യു ദാറ്റ് നമ്മുടെ വാലിഡ് ആയിട്ടുള്ള ഒറിജിനൽ പാസ്പോർട്ട് തന്നെ നമ്മളുടെ കയ്യിൽ വേണം. ആൻഡ് ഓൾസോ ലോക്കർ കീ അവിടെ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യും നമ്മളുടെ പേഴ്സണൽ ബിലോങ്ങിങ്സ് വെക്കാൻ വേണ്ടിയിട്ടുള്ളത്. ദെൻ പ്രിസ്ക്രിപ്ഷൻ ഐ ഗ്ലാസ്സസ്, ചിലവർ ഗ്ലാസ്സസ് ഉപയോഗിക്കുന്നവരുണ്ടാവും. അത് കറക്റ്റായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഡോക്ടറുടെ കൺസൾട്ടേഷനുള്ള പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഗ്ലാസ്സസ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് അലൗഡ്. ദെൻ റിലീജിയസ് ഹെഡ് വെയർ, വിച്ച് മീൻസ് നമ്മളുടെ റിലീജിയസ് ആയിട്ടുള്ള ഇതിൻ്റെ ഭാഗമായിട്ടുള്ള സംഭവങ്ങൾ അത് പ്രോപ്പറാണോ എന്ന് അവർ നോക്കും. അതിനുശേഷം മാത്രമേ അവിടെ അലൗഡ് ഉള്ളൂ. എനി ടൈപ്പ് ഓഫ്, അതായത് ഒരു തരത്തിലുള്ള ചീറ്റിങ്ങും അവിടെ നടക്കുന്നതല്ല. ആൻഡ് ഓൾസോ മെഡിക്കൽ ഡിവൈസസ്, അതായത് എക്സാമിന് 48 or 72 അവേഴ്സിന് മുന്നേ അലൗഡ് ആക്കിയിട്ടുള്ള മെഡിസിൻസ് മാത്രമേ, മെഡിക്കൽ ഡിവൈസസ് മാത്രമേ എക്സാമിനകത്തേക്ക് കയറ്റത്തുള്ളൂ. ബാക്കിയുള്ളതൊന്നും അവിടെ അലൗഡ് ഇല്ല. ദെൻ ഓൾസോ സിമ്പിൾ വെഡ്ഡിങ് ഓർ എൻഗേജ്മെൻറ്റ് റിങ്സ്, അതായത് ജ്വല്ലറീസ് ഒന്നും പാടില്ല എന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ എങ്കിലും ജ്വല്ലറി റിങ്സ് വളരെ സിമ്പിൾ ആയിട്ടുള്ള എന്തെങ്കിലും സിമ്പിൾ ആയിട്ടുള്ള വെഡ്ഡിങ് റിങ്ങുകളാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കൊണ്ടുപോകാം. പിന്നെ മെഡിക്കൽ അലേർട്ട് ബ്രേസ്ലെറ്റ്സ്, അതായത് ചിലവർക്ക് ഓരോ കൃത്യസമയത്ത് മരുന്ന് കഴിക്കേണ്ടതൊക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനത്തെ ടൈപ്പ് ഓഫ് മെഡിക്കൽ അലേർട്ട് ബ്രേസ്ലെറ്റ് കൊണ്ടുപോകാം. പക്ഷെ അത് എക്സാമിന് ടൈമിൽ അത് റാപ്പ് ചെയ്ത് വെക്കും. ഓക്കെ, എവറിത്തിങ് ബ്രിങ് മസ്റ്റ് ബി സ്റ്റോർഡ് ഇൻ എ ലോക്കർ. ഇപ്പം നമ്മൾ കൊണ്ടുപോകുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ലോക്കർ കീ ഉണ്ട്, അതിനകത്തേക്ക് അവർ കൊണ്ടുവന്ന് വെക്കും.
അത് കീ നമ്മളുടെ കയ്യിൽ സുരക്ഷിതമായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം നമ്മൾ കൊണ്ടുപോകാൻ പാടുള്ളൂ. ഒന്ന് വാലിഡ് ഒറിജിനൽ പാസ്പോർട്ട്, ലോക്കർ കീ ദാറ്റ് ഈസ് അവിടെ നിന്ന് അവർ പ്രൊവൈഡ് ചെയ്യും, നമ്മുടെ പേഴ്സണൽ ബിലോങ്സ് വെക്കാൻ, ആൻഡ് ഓൾസോ പ്രിസ്ക്രിപ്ഷൻ ഐ ഗ്ലാസസ്, റിലീജിയസ് ഹെഡ് വെയർ, മെഡിക്കൽ ഡിവൈസസ് ദാറ്റ് ഈസ് അവർ അപ്രൂവ് ചെയ്തതിന് ശേഷം മാത്രം മെഡിക്കൽ ഡിവൈസസ് കയറ്റുള്ളൂ, ആൻഡ് സിമ്പിൾ വെഡ്ഡിങ് ഓർ എൻഗേജ്മെൻറ്റ് റിങ്സ്, അതുപോലെ മെഡിക്കൽ അലേർട്ട് ബ്രേസ്ലെറ്റ് ഇത് കൊണ്ടുവരുന്നത്. ഇനി നമ്മൾ എക്സാമിന് ചെല്ലുമ്പോൾ നമ്മളെ ചെക്ക് ഇൻ പ്രോസസ്സ് ഉണ്ട്. ഇപ്പോൾ എയർപോർട്ടിലൊക്കെ പോകുന്നവർക്ക് ഒരു ചെക്ക് ഇൻ പ്രോസസ്സ് ഉണ്ട്. അതുപോലെ തന്നെ ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഇവിടെ നമുക്ക് എക്സാമിന് സെൻറ്ററിലേക്ക് കയറുന്നതിന് മുന്നേ കുറച്ച് പ്രോസസ്സുകളുണ്ട്. അതിനുശേഷം മാത്രം നമ്മൾ അകത്തേക്ക് കയറ്റുള്ളൂ. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് അറൈവൽ, 30 മിനിറ്റ് ഏർലി മാൻഡേറ്ററി. അതായത് എക്സാം ഇപ്പോൾ 9 മണിക്കാണെന്നുണ്ടെങ്കിൽ നമ്മൾ 30 മിനിറ്റ് മുന്നേ എങ്കിലും എക്സാം സെൻറ്ററിൽ എത്തുക, അത് മാൻഡേറ്ററി ആണ്. ദെൻ ചിലയിടത്ത് 45 മിനിറ്റ് പറയുന്നുണ്ട് എക്സാം സെൻറ്ററിൽ, ചിലയിടത്ത് 30 മിനിറ്റ് ആണ്. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഓഫ് ഓൾ എക്സാമിന് 30 മിനിറ്റ് മുന്നേ എന്തായാലും നമ്മൾ എക്സാം സെൻറ്ററിൽ എത്തിയിരിക്കുക. ദാറ്റ് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പ് ഈസ് ഇനീഷ്യൽ സെക്യൂരിറ്റി സ്ക്രീനിങ്. ഈ 30 മിനിറ്റ് മുന്നേ എത്തുന്നതിന് വേറൊന്നുമല്ല, ഒരുപാട് സ്ക്രീനിങ് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ അകത്തേക്ക് കയറ്റുള്ളൂ. ആൻഡ് ഓൾസോ നമ്മളുടെ പാസ്പോർട്ട് റിസപ്ഷനിൽ കാണിക്കണം. അതുപോലെ അവിടുത്തെ സ്റ്റാഫുകൾ അത് വെരിഫൈ ചെയ്യുന്നതായിരിക്കും. നമ്മളുടെ എല്ലാ പേഴ്സണൽ ബിലോങ്സസും എന്തെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അതെല്ലാം തന്നെ അവർ ലോക്കറിൽ വെച്ച് ഇത് ചെയ്യും. അതാണ് സെക്കൻഡ്, അതാണ് ഇനീഷ്യൽ സെക്യൂരിറ്റി സ്ക്രീനിങ് എന്ന് പറയുന്നത്. തേർഡ് വൺ ഈസ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ. അതായത് നമ്മളുടെ കയ്യിലുള്ള പാസ്പോർട്ട്, എക്സാം ബുക്കിങ്ങിൻ്റെ കൺഫർമേഷൻ മെയിലിൻ്റെ ആ ഒരു കോപ്പി, അപ്പോൾ അതെല്ലാം തന്നെ അവർ മാച്ച് ചെയ്ത് നോക്കും. ആ കൺഫർമേഷനിലുള്ള പേര് തന്നെയാണോ നമ്മളുടെ പാസ്പോർട്ടിലും കിടക്കുന്നത് എന്നുള്ളത്. എവിടെയെങ്കിലും എന്തെങ്കിലും പേരിന് പോലും, പേരിൻ്റെ ഒരു അക്ഷരത്തിന് പോലും ചേഞ്ച് ഉണ്ടെങ്കിൽ മേ ബി അത് ഇൻവാലിഡ് ആക്കും, ചിലപ്പോൾ നമ്മൾ റിജക്റ്റും ചെയ്യാം. ഓക്കെ, അതാണ് ഡോക്യുമെൻ്റ്. അത് മൂന്നാമത്തെ സ്റ്റെപ്പ്. ഇനി നാലാമത്തെ സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ബയോമെട്രിക് ഡേറ്റ കളക്ഷൻ, വിച്ച് മീൻസ് അതായത് നമ്മളുടെ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫ് അവിടെ വെച്ച് തന്നെ എടുക്കുകയും ചെയ്യും. ആൻഡ് ഓൾസോ പാം വെയിൻ സ്കാനിങ്, വിച്ച് മീൻസ് നമ്മളുടെ ഈ ഒരു കൈപ്പത്തി വെച്ചിട്ട് അത് ബയോമെട്രിക്, നമ്മളുടെ പേഴ്സണൽ ആയിട്ടുള്ള ഇത് ബയോമെട്രിക് ആയിട്ടുള്ള ഒരു സ്കാനിങ് കൂടിയാണ് അവിടെ ചെയ്യുന്നത്. അതാണ് നാലാമത്തെ സ്റ്റെപ്പിങ്, ബയോമെട്രിക് ഡേറ്റ കളക്ഷൻ. ഫിഫ്ത്ത് സ്റ്റെപ്പ് ഈസ് കോംപ്രഹെൻസീവ് സെക്യൂരിറ്റി സ്ക്രീനിങ്. അതായത് ഫിസിക്കൽ പാറ്റ് ഡൗൺ സെർച്ച് മീൻസ് നമ്മളെ മൊത്തത്തിൽ ഒന്ന് ഫിസിക്കലി അവർ ചെക്ക് ചെയ്യും. ആൻഡ് ഓൾസോ മെറ്റൽ ഡിറ്റക്ടർ, അതായത് എന്തെങ്കിലും കാരണവശാൽ എന്തെങ്കിലും മെറ്റൽ ഉണ്ടോ എന്ന് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മെറ്റൽ ഡിറ്റക്ടർ വരെ അവർ യൂസ് ചെയ്യും. അതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നടക്കുന്നത്. കോംപ്രഹെൻസീവ് സെക്യൂരിറ്റി, നമ്മളുടെ ടോട്ടൽ ബോഡി ഫുൾ അവർ ചെക്ക് ചെയ്യും, മെറ്റൽ ഡിറ്റക്ടർ ഉൾപ്പെടെ. അതാണ് ഫിഫ്ത്ത് സ്റ്റേജ് വരുന്നത്. ദെൻ സിക്സ്ത് സ്റ്റെപ്പിലേക്ക് വരുമ്പോൾ ഫൈനൽ ബ്രീഫിംഗ്. അവിടുത്തെ ഒരു സ്റ്റാഫ് നമുക്ക് എക്സാമിൻ്റെ റൂൾസും കാര്യങ്ങളും എല്ലാവരും നമുക്ക് പറഞ്ഞു തരും. ടെസ്റ്റ് റൂൾസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ സിക്സ്ത് സ്റ്റെപ്പിൽ അവർ ഫൈനലായിട്ട് ബ്രീഫ് ചെയ്ത് തരും. ആൻഡ് സെവൻത്ത് സ്റ്റെപ്പിലേക്ക് എസ്കോർട്ടഡ് എൻട്രി ടു ടെസ്റ്റ് റൂം. അങ്ങനെ ആ ബ്രീഫിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെയുള്ള സ്റ്റാഫുകളുടെ എസ്കോർട്ടോടു കൂടി നമ്മൾ എക്സാം സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് കിടക്കും. അപ്പോൾ ഇതാണ് ചെക്ക് ഇൻ പ്രോസസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, വിച്ച് മീൻസ് നമ്മൾ എക്സാമിന് ചെല്ലുമ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു കൊണ്ടുവരാൻ പറ്റുന്നതും കൊണ്ടുവരാൻ പാടില്ലാത്ത ഐറ്റംസും നമ്മൾ പറഞ്ഞു. ഇവിടെ നമ്മൾ പറഞ്ഞത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ എങ്ങനെ എക്സാമിൻ്റെ ഹോളിൻ്റെ അകത്തേക്ക് കയറുന്നു എന്നുള്ളതാണ്. അത് 7 സ്റ്റെപ്പ് ഇതേ രീതിയിൽ കൂടെ തന്നെയായിരിക്കും. എല്ലാ സെക്യൂരിറ്റി ചെക്കിങ്ങും കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ എക്സാം സെൻറ്ററിലേക്ക് കയറുന്നു. ഓക്കെ, അപ്പോൾ അത് അത്രയുമായി. ഡോണ്ട് സ്കിപ്പ് ദിസ് വീഡിയോ, കാരണം നമ്മൾ ഇമ്പോർട്ടൻ്റ് ആണ്. എവിടെയെങ്കിലും എന്തെങ്കിലും മിസ്റ്റേക്സ് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മേ ബി അവിടെ നിന്ന് തന്നെ റിജക്റ്റഡ് ആകാം. അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ. ദെൻ അടുത്തത് വാട്ട്സ് പ്രൊവൈഡഡ് അറ്റ് യുവർ വർക്ക് സ്റ്റേഷൻ. ഇനി എസ്കോർട്ടോട് കൂടി നമ്മൾ ക്ലാസ് റൂമിനകത്തേക്ക്, അതായത് എക്സാം ഹാളിലേക്ക് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ഇനി എന്താണ് നടക്കുന്നത് എന്നുള്ളതാണ്. ഒന്ന് സ്റ്റാൻഡേർഡ് ടെസ്റ്റ് എക്യുപ്മെൻറ്റ്സ്, അതായത് അവിടെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റുകളായിരിക്കും നമുക്ക് ഉണ്ടാവുക. മൈക്രോഫോണ്, ഡെസ്ക്ടോപ്പ് എല്ലാം സജ്ജമായിരിക്കും അവിടെ. നമ്മുടെ ചെയർ വരെ അഡ്ജസ്റ്റഡ് ആയിരിക്കും, അതായത് ഡെസ്ക്ടോപ്പ് കമ്പ്യൂട്ടർ വിത്ത് കീബോർഡ് ആൻഡ് മൗസ്, ആൻഡ് ഓൾസോ നോയ്സ് ക്യാൻസലേഷൻ ഹെഡ്ഫോൺസ് വിത്ത് മൈക്രോഫോൺ ഉള്ള ഹെഡ്ഫോൺ ഉണ്ടാവും. അഡ്ജസ്റ്റബിൾ ചെയർ, നമ്മളുടെ ഹൈറ്റ് അനുസരിച്ച് അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. സ്ക്രീൻ അറ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ട്, അതായത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് കാണാവുന്ന രീതിയിലുള്ള ഇതിലായിരിക്കും സ്ക്രീൻ വെച്ചിട്ടുണ്ടാവുക. നമ്മുടെ ചെയർ അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഇറേസബിൾ നോട്ട് പാഡ് ആൻഡ് ഓർ നോട്ട് ബോർഡ് ഓർ ലാമിനേറ്റഡ് ഷീറ്റ്സുകളായിരിക്കും, അല്ലെങ്കിൽ ഒരു ഇറേസബിൾ ആയിട്ടുള്ള ഒരു നോട്ട് പാഡ് നമുക്ക് തരും. നമ്മളുടെ ബുക്ക് പെന്ന് പോലും അതിൻ്റെ അകത്ത് അലൗഡ് അല്ല, കാരണം എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഡ്രൈ എറേഴ്സ് മാർക്കേഴ്സ്,
അതായത് മാർക്കേഴ്സ് അങ്ങനത്തെ ഡ്രൈ ഇറേസ് ആയിട്ടുള്ള ഇറേസബിൾ നോട്ട് പാഡിൽ എഴുതാൻ പറ്റുന്ന മാർക്കർ പെന്നുകൾ, വാട്ടർ, ചില സെൻറ്റേഴ്സിൽ വാട്ടർ ഉണ്ടാവും, ഈവൻ നമ്മളുടെ വാട്ടർ ബോട്ടിൽ അടക്കം അതിൻ്റെ അകത്തേക്ക് കയറ്റാൻ നമുക്ക് പെർമിഷൻ ഇല്ല. ദെൻ ടിഷ്യൂസ്, ഇൻവിജിലേറ്ററിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ടിഷ്യൂ പ്രൊവൈഡ് ചെയ്യും. ഓൺ സ്ക്രീൻ കാൽക്കുലേറ്റർ ഇഫ് നീഡ്, ആവശ്യമുണ്ടെങ്കിൽ. ഇപ്പോൾ PT എക്സാം ആയതിനാൽ നമുക്ക് കാൽക്കുലേറ്ററിൻ്റെ ആവശ്യമില്ല എങ്കിലും. അപ്പോൾ ഇതാണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ്. പിന്നെ വരുന്നത് ബിഫോർ സ്റ്റാർട്ടിങ് യുവർ ടെസ്റ്റ് ടെക്നിക്കൽ സെറ്റപ്പ്, അതായത് എക്സാമിന് ഒരു 5-10 മിനിറ്റ് മുന്നേ ടെക്നിക്കലായിട്ടുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയമാണ് 5 to 10 മിനിറ്റ്. അവിടെ എന്തെങ്കിലും ഹെഡ്സെറ്റിൻ്റെ വോളിയോ, മൈക്രോഫോണിൻ്റെ ഇതൊക്കെ സെറ്റ് ചെയ്യുക. അവർ നമ്മളുടെ ചെയർ ഹൈറ്റ്, സ്ക്രീനിനോട് കറക്റ്റായിട്ടുള്ള രീതിയിൽ ചെയർ ഹൈറ്റ് സെറ്റ് ചെയ്യും. ആൻഡ് പൊസിഷൻ 2-3 ഇഞ്ചസ്, അതായത് നമ്മളുടെ മൈക്രോഫോൺ വെച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ആ ഒരു മൈക്രോഫോൺ സെറ്റ് ചെയ്യേണ്ടത്, 2-3 ഇഞ്ചസ് ഫ്രം മൗത്തിൽ നിന്ന് 2-3 ഇഞ്ച് അകലത്തിലായിട്ടാണ് വയ്ക്കുക. കംപ്ലീറ്റ് വോയിസ് റെക്കോർഡിംഗ് ചെക്ക്, മൊത്തം കംപ്ലീറ്റ്ലി ആ ഒരു വോയിസ് ചെക്കിങ് നടത്തുന്നുണ്ടാവും. അപ്പം ഈ പറയുന്ന കാര്യങ്ങളോടുകൂടി ആയിരിക്കുള്ളൂ. ഇതൊക്കെയാണ് നമ്മുടെ വർക്ക് സ്റ്റേഷൻ, വിച്ച് മീൻസ് എക്സാം എഴുതുന്ന സെൻറ്ററിലേക്ക് കയറി കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഫുള്ളി ഔട്ട്ഡേറ്റഡ്, ഫുള്ളി എന്തായിരിക്കും, സജ്ജമായിരിക്കും അവിടെ. ദെൻ ഇനി ടെസ്റ്റ്. അപ്പോൾ നമ്മൾ ടെസ്റ്റ് സെൻറ്ററിൽ എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞു നമ്മൾ. ഇനി വരുന്നത് ഡ്യൂറിങ് ദ ടെസ്റ്റ് ക്രിട്ടിക്കൽ റൂൾസ്, അതായത് ടെസ്റ്റ് നടക്കുമ്പോൾ, അതായത് PT എക്സാം നടക്കുമ്പോൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ആൻഡ് ഓൾസോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് നമ്മൾ പാലിക്കാൻ ബാധ്യസ്ഥരാണ്. ഒന്ന്, കണ്ടിന്യൂസ് സർവീലിയൻസ്. ഞാൻ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു, സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആൻഡ് സ്ട്രിക്ട്ലി ഇതായിട്ടുള്ള, വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള എന്താ പറയുക, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് എക്സാം സെൻറ്റേഴ്സിലുള്ളത്. വി ആർ ഓൾവേസ് ഇൻ എ ക്യാമറ സർവീലിയൻസ്, എപ്പോഴും CCTVയുടെ സർവീലിയൻസിലായിരിക്കും നമ്മൾ എക്സാം എഴുതുന്നത്. വീഡിയോ റെക്കോർഡിംഗ്, അതായത് CCTV എന്ന് ഉദ്ദേശിക്കുന്ന വെറും CCTV അല്ല, നമ്മളവിടെ എന്ത് ചെയ്യുന്നു, എന്തൊക്കെ പറയുന്നു എന്നുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ്ലി നമ്മുടെ വോയിസ് റെക്കോർഡ് അടക്കമുള്ള CCTV റെക്കോർഡിംഗ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ബി അലേർട്ട് ദാറ്റ് എന്തെങ്കിലും കാരണവശാൽ വയലേഷൻസ് നടത്തിയാൽ അതിനുള്ള കോൺസിക്വൻസസ് നമ്മൾ ഇതാക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഒന്ന് കണ്ടിന്യൂസ് ആയിട്ടുള്ള സർവീലിയൻസ് ഉണ്ടാവും, അതായത് AI മോണിറ്ററിങ്, അതുപോലെ നമ്മൾ പറയുന്നത് എല്ലാ കാര്യങ്ങളോടെ റെക്കോർഡിംഗ് ആയിട്ട് വരും. ആൻഡ് ഓട്ടോ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആക്ഷൻസ്, അതായത് ഇനി സ്ട്രിക്റ്റ് ആയിട്ട് പ്രൊഹിബിറ്റ് ചെയ്തേക്കുന്ന കുറച്ച് പ്രവർത്തികളുണ്ട്. അതായത് മറ്റുള്ളവരോട് സംസാരിക്കുക, അതുപോലെ കവറിങ് മൗത്ത് വൈൽ സ്പീക്കിംഗ്, നമ്മൾ സ്പീക്കിംഗ് ടാസ്ക് ചെയ്യുമ്പോൾ നമ്മളുടെ മൗത്ത് കവർ ചെയ്യുക, അതുപോലെ നമ്മളോട് തന്നെ ഇച്ചിരി ഉച്ചത്തിൽ സംസാരിക്കുക, അതുപോലെ അല്ലെങ്കിൽ അൺഓതറൈസ്ഡ്, അതായത് അവിടെ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അതൊക്കെ വയലേഷൻസ് തന്നെയാണ്. ആൻഡ് ഓൾസോ മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇതൊക്കെ ബേസിക് ആയിട്ട് നമ്മളൊരു എക്സാം സെൻറ്ററിൽ പോയിരുന്ന നോർമലി നമ്മൾ എഴുതുന്ന എക്സാം അല്ലല്ലോ. അപ്പം അതുകൊണ്ട് ബി കെയർഫുൾ അബൌട്ട് ദാറ്റ്. ഒരു കാരണവശാലും അടുത്തിരിക്കുന്ന ആൾക്കാരോടോ അടുത്തിരിക്കുന്ന സ്റ്റുഡൻസിനോടോ അല്ലെങ്കിൽ അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനോ ഒന്നും ചെയ്യാൻ നിൽക്കരുത്. മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിക്കരുത്. അതാണ് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് ആക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ബ്രേക്ക് റൂൾസ് വിച്ച് മീൻസ്, ഇപ്പോൾ നമുക്ക് 4 മൊഡ്യൂൾസ് ആണ് വരുന്നത്. അപ്പോൾ 4 മൊഡ്യൂൾസ് കംപ്ലീറ്റ്ലി 2.5 മണിക്കൂർ സമയമുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് വേണമെങ്കിൽ ഓപ്ഷണൽ ബ്രേക്ക്, അതായത് നമുക്ക് ആവശ്യമെങ്കിൽ ബ്രേക്ക് എടുക്കാം, അല്ലാതുണ്ടെങ്കിൽ ബ്രേക്ക് എടുക്കണ്ട. ഒരു 10 മിനിറ്റ് ഓപ്ഷണൽ ബ്രേക്ക് കിട്ടും. ആഫ്റ്റർ റീഡിങ് സെഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ ഒരു ഓപ്ഷണൽ ബ്രേക്ക് നമുക്ക് അലൗഡ് ഉള്ളൂ. ഓപ്ഷൻ ആണെങ്കിൽ, അതായത് നമുക്കിപ്പോൾ വാഷ്റൂം യൂസ് ചെയ്യാൻ പോകണമെന്നുണ്ടെങ്കിൽ മേ ബി നമുക്ക് കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ട, ഓപ്ഷണൽ ബ്രേക്കിൻ്റെ ആവശ്യം നമുക്കില്ല. ടൈം ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ 10 മിനിറ്റാണ് ഓപ്ഷണൽ ബ്രേക്ക് വരുന്നത്. ആ 10 മിനിറ്റിൽ കൂടുതലായിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എക്സാമിന് കയറിയില്ല എന്നുണ്ടെങ്കിൽ മേ ബി നമ്മളുടെ എക്സാം ടൈം വാല്യുബിൾ ആയിട്ടുള്ള ടൈം ആയിരിക്കും മിസ്സാവുക. അപ്പോൾ ബ്രേക്ക് ടൈം നമുക്ക് വേണമെങ്കിൽ ഒരു 10 മിനിറ്റ് നമുക്ക് എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത് വേണ്ട. ദെൻ ഇനി കോമൺ റീസൺസ് ഫോർ ഡിനൈഡ് എൻട്രി ഓർ ഡിസ്ക്വാളിഫിക്കേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ വരുത്തുന്ന എന്തെങ്കിലും കുഞ്ഞു മിസ്റ്റേക്സ് കൊണ്ട് ഡിസ്ക്വാളിഫൈഡ് ആയി പോകാം. അപ്പോൾ മേ ബി അത് നമ്മളുടെ മൊത്തത്തിലുള്ള കഷ്ടപ്പാടിനെ ബാധിക്കാം. അപ്പോൾ എന്തുകൊണ്ടാണ് കോമൺ റീസൺസ്, നമ്മൾ വരുത്തുന്ന യൂഷ്വലായിട്ടുള്ള കുറച്ച് കാരണങ്ങളുണ്ട് ഡിസ്ക്വാളിഫൈ ചെയ്യാനായിട്ട്. ഒന്ന്, ഡോക്യുമെൻറ്റേഷൻ ഇഷ്യൂസ്. അതായത് നമുക്ക് പറഞ്ഞു ഓൾറെഡി ഓൺലി 2 ഡോക്യുമെൻറ്റ്സ് ആണ് നമുക്ക് റെലവൻ്റ് ആയിട്ടുള്ളത്. ഒന്ന് പാസ്പോർട്ട്, ഒന്ന് മറ്റേ കൺഫർമേഷൻ പേപ്പർ. ഓക്കെ, അപ്പോൾ അതിൽ ഡോക്യുമെൻറ്റേഷൻ ഇഷ്യൂസ് വിച്ച് മീൻസ് എന്തെങ്കിലും ആ കൺഫർമേഷൻ ഇതിനകത്തോ നമ്മളുടെ പാസ്പോർട്ടിനകത്തോ എന്തെങ്കിലും പേരിന് വല്ല വ്യത്യാസം വന്നാൽ, അല്ലെങ്കിൽ എക്സ്പയർഡ് ആയിട്ടുള്ള പാസ്പോർട്ട് ആണെങ്കിൽ, ഡേറ്റ് കഴിഞ്ഞു പോയ പാസ്പോർട്ട്, അല്ലെങ്കിൽ ഡാമേജ്ഡ് പാസ്പോർട്ട്, മേ ബി എന്തെങ്കിലും വെള്ളത്തിലൊക്കെ വീണാകെ നാശമായിട്ടുള്ള പാസ്പോർട്ടോ, അല്ലെങ്കിൽ റോങ് ID ഡോക്യുമെൻറ്റ്, റോങ് ആയിട്ടുള്ള ID, അത് പാസ്പോർട്ട് അല്ലാതെ
വേറെ എന്തെങ്കിലും ID ഡോക്യുമെൻ്റ് കൊടുക്കുക, അല്ലെങ്കിൽ നോ ID ഫോട്ടോ കോപ്പി. ID ഫിസിക്കലി നമ്മുടെ കയ്യിലില്ല, പക്ഷെ എന്താണ് ഫോണിലുണ്ട്, ഡിജിറ്റലായിട്ട് ഉണ്ട് എന്നുള്ള ID ദാറ്റ് നോട്ട് പോസിബിൾ, ആൻഡ് ഡിജിറ്റൽ ID ഓൺ ഫോൺ ടാബ്ലറ്റ്. ഓക്കെ, ഈ പറഞ്ഞ പോലെ ഫോണിലോ എന്തിലെങ്കിലോ അത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും വാല്യുബിൾ അല്ല. അപ്പോൾ ഈ ഒരു കോമൺ മിസ്റ്റേക്സ് എല്ലാവരും വരുത്തുന്നതാണ്. പരമാവധി അത് ഒഴിവാക്കുക. നമ്മളുടെ പാസ്പോർട്ടിൻ്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ ഡാമേജ് ഒന്നുമില്ലാത്ത പാസ്പോർട്ടാണെന്ന് ചെക്ക് ചെയ്യുക. അത് നമ്മുടെ കയ്യിൽ വേണം. ഒരു കാരണവശാലും ഒരു നെയിമിൽ പോലും ഒരു മിസ്മാച്ച് വരാൻ പാടില്ല. ദെൻ ഇങ്ങനെയൊക്കെ വന്ന് ഡോക്യുമെൻറ്റേഷൻ ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ തന്നെ ഡിസ്ക്വാളിഫൈ ആകും. സെക്കൻഡ് റീസൺ ഫോർ ഡിസ്ക്വാളിഫിക്കേഷൻ, പ്രൊഹിബിറ്റഡ് ഐറ്റംസ് ഫൗണ്ട്. അതായത് നേരത്തെ പറഞ്ഞ കുറച്ച് ഇലക്ട്രോണിക് ഡിവൈസസ്, പേഴ്സണൽ ബിലോങ്സ് ഒക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ മേ ബി അതും ഡിസ്ക്വാളിഫിക്കേഷൻ വരാം. അതാണ് മൊബൈൽ ഫോൺ, സ്മാർട്ട് വാച്ച്, സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ. ദെൻ തേർഡ് വൺ ഈസ് ടൈം റിലേറ്റഡ് ഇഷ്യൂസ്. ഇപ്പോൾ നമ്മൾ 30 മിനിറ്റ് മുന്നേ എത്തണമെന്നും പറഞ്ഞു, എക്സാമിന് മുന്നേ ഒരു 30 മിനിറ്റ് മാൻഡേറ്ററി ആയിട്ട് എത്തിയിരിക്കണം. അതല്ല വളരെ വൈകിയാണ് നമ്മൾ എക്സാമിന് വന്നതെങ്കിൽ, അല്ലെങ്കിൽ റോങ് ഡേറ്റ് ഓർ ടൈം, ഇപ്പോൾ നമ്മൾ ഡേറ്റും ടൈമും നോക്കാതെ നാളെയാണ് എക്സാം പക്ഷേ ഇന്ന് എക്സാം സെൻറ്ററിലേക്ക് എത്തി, അങ്ങനെ വന്നാലും ഡിസ്ക്വാളിഫൈ ചെയ്യുക. റോങ് ടെസ്റ്റ് സെൻറ്റർ, ഇപ്പം നമ്മൾ ടെസ്റ്റ് സെൻറ്റർ നോക്കാതെ വേറെ ഏതോ ടെസ്റ്റ് സെൻറ്ററിലേക്ക് പോയി, അങ്ങനെ വന്നാലും ഡിസ്ക്വാളിഫൈ ആകും. അതാണ് ടൈം റിലേറ്റഡ് ഇഷ്യൂസ് എന്ന് പറഞ്ഞത്. ഒന്ന് ലാസ്റ്റത്തത് സെക്യൂരിറ്റി വയലേഷൻ ഡ്യൂറിങ് ടെസ്റ്റ്. ടെസ്റ്റിൻ്റെ സമയത്ത് നേരത്തെ നമ്മൾ പറഞ്ഞ കുറച്ച് റൂൾസ് ഉണ്ട്, പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള വയലേഷൻസ്, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് ആക്ഷൻസ്. മറ്റുള്ളവരെ സംസാരിക്കുക, ഉറക്കനെ സംസാരിക്കുക, അല്ലെങ്കിൽ മൗത്ത് എന്താ ചെയ്യുക, ഇത് കവർ ചെയ്ത് സംസാരിക്കുക. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ അറ്റംപ്റ്റ് ടു ചീറ്റ്, അതായത് ചീറ്റ് ചെയ്യുക, എന്തെങ്കിലും നമ്മളുടെ ഡോക്യുമെൻറ്റിൽ എന്തെങ്കിലും കള്ളത്തരങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുക. ഇപ്പം ഇതൊക്കെ വന്നാലും സെക്യൂരിറ്റി വയലേഷൻസ് ഡ്യൂറിങ് ടെസ്റ്റിൻ്റെ സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത കുറച്ച് വയലേഷൻസ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതും ഈ പറയുന്ന കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാം, മേ ബി നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യാം. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എക്സാമിന് പോവാൻ. ഓക്കെ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതെങ്ങാൻ ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മേ ബി നമ്മൾ ഡെഫിനറ്റ്ലി ഡിസ്ക്വാളിഫൈഡ് ആകും. സോ ബി കെയർഫുൾ. ദ നെക്സ്റ്റ് വൺ ഈസ് ഇനി 2026 ടെസ്റ്റ് ഫോർമാറ്റ്, അതായത് അപ്ഡേറ്റഡ് ഫ്രം ഓഗസ്റ്റ് 2025. ഓഗസ്റ്റ് 2025 ആയപ്പോഴത്തേക്കും നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് ഐ എം ഓൾറെഡി ടോൾഡ് യു ദാറ്റ്. ഇപ്പോൾ ഇതിൽ വന്നേക്കുന്നത് അക്കാഡമിക്സിൻ്റെ കേസസിലാണ് എന്നുണ്ടെങ്കിൽ സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ ആൻഡ് റെസ്പോണ്ട് ടു സിറ്റുവേഷൻ എന്ന് പറയുന്ന 2 ടാസ്കുകൾ ആഡ് ഓൺ ആയിട്ടുണ്ട്, ന്യൂലി ആഡഡ് ആണ്. സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറയുന്നത് 3 പേഴ്സൺസ് ഒരു ഗ്രൂപ്പ് ഡിസ്കഷനിലായിരിക്കും. അത് നമ്മൾ അവരുടെ മെയിൻ ഐഡിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുക, ദെൻ സമ്മറൈസ് ചെയ്ത് നമ്മളുടെ വേർഡ്സിൽ പറയാമെന്നുള്ളതാണ് സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ. പിന്നെ വരുന്നത് റെസ്പോണ്ട് ടു എ സിറ്റുവേഷൻ, അതായത് നമുക്ക് കോമൺലി നമ്മളുടെ ലൈഫിൽ യൂസ് ചെയ്യുന്ന കോണ്ടെക്സ്റ്റുകളെ ബേസ് ചെയ്തിട്ടൊരു സിറ്റുവേഷൻ തരാം, അതിനോട് നമ്മൾ എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് 2 ഇപ്പോൾ ആഡ് ഓൺ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഈ 2 കൂടി ആഡ് ഓൺ ആയപ്പോൾ ഇപ്പോൾ നമുക്ക് ടോട്ടലി 22 ടാസ്കുകളാണ് PTക്ക് വന്നേക്കുന്നത്. മെയിൻലി ഓൾറെഡി 20 ഒറിജിനൽ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു, അതിൽ കൂടി 2 കൂടി ആഡ് ഓൺ ആയപ്പോൾ 22 ക്വസ്റ്റ്യൻസ് ഓൾ അബൌട്ട് ആൻഡ് ഓൾസോ സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിംഗ് ആൻഡ് ലിസണിങ്. ഇതാണ് നമ്മളുടെ മൊഡ്യൂൾസ് വരുന്നത്. ആൻഡ് ഓൾസോ സ്കോറിംഗ് സിസ്റ്റം വിച്ച് മീൻസ് അപ്ഡേറ്റഡ് ഫ്രം ഓഗസ്റ്റ് 2025 എന്താണ് കുറച്ച് സ്കോറിങ്ങിന് വ്യത്യാസം വന്നിട്ടുണ്ട്. ഒന്ന് AI സ്കോറിംഗ് ആണ് എല്ലാത്തിലും. ആൻഡ് ഓൾസോ ഹ്യൂമൻ വെരിഫിക്കേഷൻ, കുറച്ച് ഹ്യൂമൻ വെരിഫിക്കേഷനുള്ള ചില സെഷൻസ് ഉണ്ട്. ഒന്ന് ഡിസ്ക്രൈബ് ഇമേജ് ആൻഡ് റീറ്റെൽ ലെക്ചർ, റൈറ്റ് ടെസ്റ്റ്, ഇതൊക്കെ ഹ്യൂമൻ വാലുവേറ്റഡ് ആണ്. ആൻഡ് ഓൾസോ അതല്ലാത്ത സെക്ഷനുകളെല്ലാം തന്നെ AI വാലുവേറ്റഡും ആണ്. പിന്നെ വരുന്നത് കറണ്ട് ടെസ്റ്റ് ഡ്യൂറേഷൻ, അതായത് ഈ 22 ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള നമുക്ക് എക്സാം ടൈം വരുന്നത് 2.25 മണിക്കൂറാണ്, 12 hours 15 minutes. ഓക്കെ, ഇതാണ് നമ്മുടെ കറൻ്റ്ലി നമ്മളുടെ ഇത് വരുന്നത്. ദെൻ അതാണ് ടെസ്റ്റ് ഡ്യൂറേഷൻ. പിന്നെ സ്കോർ റിപ്പോർട്ടിംഗ് മീൻസ് റിസൾട്ട് വരുന്നത്, അതായത് നമ്മൾ എപ്പോൾ എക്സാം എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 2-3 ഡേയ്സിനുള്ളിൽ എന്തായാലും നമ്മളുടെ എക്സാം റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ദാറ്റ് മീൻസ് റിസൾട്ട് 48 hours to 5 business days. ടിപ്പിക്കലി 2-3 ഡേയ്സിനുള്ളിൽ എന്തായാലും നമുക്ക് എക്സാം റിസൾട്ട് വരും. അപ്പോൾ ഇതാണ് കറൻ്റ്ലി ഉള്ള ഇതെന്ന് പറയുന്നത്. അപ്പോൾ എക്സാം 2 hours 15 minutes ആണ് ടോട്ടൽ നമുക്ക് 4 മൊഡ്യൂൾസ് അനുസരിച്ച് 22 ടാസ്കുകളുണ്ട്. പ്ലസ് ഓഗസ്റ്റ് 2025 കഴിഞ്ഞപ്പോൾ
2 സെഷൻസ് ആഡ് ഓൺ ആയി വന്നിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് 22 ടാസ്ക് വിത്ത് 2 hours 15 minutes വരുന്നു. വിത്തിൻ 2-3 ഡേയ്സിനുള്ളിൽ നമുക്ക് എന്ത് വരാം, റിസൾട്ട് പബ്ലിഷ് ചെയ്യും. ഓക്കെ, ദെൻ സ്മൂത്ത് എൻട്രി, ടിപ്സ് ഫോർ സ്മൂത്ത് എൻട്രി, വിച്ച് മീൻസ് അതായത് ഒരു പ്രശ്നവും ഇല്ലാതെ നമുക്ക് എക്സാം സെൻറ്ററിലേക്ക് എത്താവുന്ന കുറച്ച് ടിപ്പുകളാണ്. ഒന്ന്, 1 week ബിഫോർ ടെസ്റ്റിന് 1 ആഴ്ച മുന്നേ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. വെരിഫൈ ടെസ്റ്റ് സെൻറ്റർ ലൊക്കേഷൻ, അതായത് നമുക്ക് PT എക്സാമിന് പോകാനായിട്ട് സെൻറ്റർ ഏതാണെന്നുള്ളത് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ഏത് സെൻറ്റർ ആണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കുക. നമുക്ക് അറിയാത്തൊരു അൺഫെമിലിയർ ആയിട്ടുള്ള പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ എക്സാമിന് മുന്നേ റൂട്ടൊന്ന് കണ്ടുവയ്ക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ കൺഫേം നെയിം മാച്ചസ് രജിസ്ട്രേഷൻ എക്സാക്ട്ലി, നമ്മൾ രജിസ്റ്റർ ചെയ്തപ്പോൾ കൊടുത്ത നെയിമും അതുപോലെ പാസ്പോർട്ടിലുള്ള നെയിമും കറക്റ്റ് ആണോ എന്ന് റീചെക്ക് ചെയ്യുക. നമ്മളുടെ പാസ്പോർട്ട് വാലിഡിറ്റി കഴിഞ്ഞോ ഇല്ലയെന്ന് ചെക്ക് ചെയ്യുക. അതൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. ദെൻ സെക്കൻഡ് വൺ, ദ ഡേ ബിഫോർ എക്സാമിന് മുന്നേ 2-3 അലാറങ്ങൾ സെറ്റ് ചെയ്യുക. ആൻഡ് ഓൾസോ പ്രോപ്പറായിട്ട് സ്ലീപ്പ് കൊടുക്കുക. ഐ മീൻ എന്താണ്, എക്സാമിന് ഒരു 2 ദിവസം മുന്നേ തന്നെ നമ്മളുടെ സ്ലീപ്പ് ഒന്ന് കറക്റ്റ് ആക്കുക. കാരണം നമ്മൾ എക്സാമിന് പോവല്ലേ, അപ്പോൾ നമ്മൾ ആ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് മൈൻഡ് ഡിസ്ട്രക്റ്റഡ് ആയിട്ട് പോയി കഴിഞ്ഞാൽ മേ ബി നമ്മുടെ എക്സാം കൊല്ലാപ്സ്ഡ് ആവും. സോ എക്സാമിന് മുമ്പേ 2-3 അലാറങ്ങൾ വെക്കുക, പെട്ടെന്ന് എണീക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഓൾസോ സിമ്പിൾ ആയിട്ടുള്ള ഔട്ട്ഫിറ്റ്, അതായത് അവിടെ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സുകളൊന്നും നമ്മൾ അവിടെ ഇടേണ്ട ആവശ്യമില്ല. ആൻഡ് ഓൾസോ എല്ലാ സംഭവങ്ങളും നമ്മൾ കൊണ്ടുവരാൻ പാടില്ലാത്ത കുറച്ച് ഐറ്റംസ് ഉണ്ടല്ലോ, ഈവൻ ഗേൾസ് ആണെങ്കിൽ ജ്വല്ലറീസ്, അതൊക്കെ തന്നെ നമ്മളെ പേഴ്സണൽ ആയിട്ടുള്ള ബിലോങ്ങിങ്സ് വീട്ടിൽ വെച്ചുകൊണ്ട് വരാൻ ഉള്ള ഇത് നോക്കുക. ആൻഡ് ഓൾസോ 7-8 മണിക്കൂർ കൃത്യമായിട്ട് ഉറങ്ങുക. ആൻഡ് ഓൾസോ ഡോണ്ട് സ്റ്റഡി കോണ്ടൻറ്റ്, അതായത് കോണ്ടൻറ്റ് വൈസ് ഇപ്പോൾ പഠിക്കുന്നത് നമ്മളുടെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള മെത്തേഡിൽ കൂടെ തന്നെ പഠിക്കുക. അതല്ലാതെ വേറെ ഒരുപാട് റോങ് വേയിലൂടെ പഠിക്കാൻ പോകരുത്. സ്ട്രക്ചർഡ് ആയിട്ടുള്ള നമ്മളെങ്ങനെ സ്ട്രക്ചർ ചെയ്ത് പഠിക്കുന്നു, നമുക്ക് ട്യൂട്ടേഴ്സ് തരുന്ന ഇൻസ്ട്രക്ഷൻസ് പാലിച്ചുകൊണ്ട് പോവുക. അതാണ് എക്സാമിന് 2 ദിവസം മുന്നേ ചെയ്യേണ്ടത്. ഇനി 2 ദിവസം മുന്നേ ചെയ്യേണ്ടത്. ഇനി ടെസ്റ്റ് ഡേ മോർണിംഗ്, ഇനി എക്സാം ഇന്നാണ് എഴുതുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ രാവിലെ ചെയ്യേണ്ടത് ഈറ്റ് ലൈറ്റ് ന്യൂട്രീഷ്യസ് ബ്രേക്ക്ഫാസ്റ്റ്. വളരെ ഹെവി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാതെ ലൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് തിരഞ്ഞെടുക്കുക. പാസ്പോർട്ട് നമ്മളുടെ പോക്കറ്റിലുണ്ടോ അല്ലെങ്കിൽ കയ്യിലുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ എല്ലാ പോക്കറ്റ്സും എംപ്റ്റി ആയിട്ട് വയ്ക്കുക. പറഞ്ഞ കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പാടില്ലാത്ത ഒരു സംഭവങ്ങളും നമ്മളവിടെ കൊണ്ടുപോകണ്ട. ആൻഡ് ഫോണ്, വാലറ്റ്, കീ, നമ്മളെ വണ്ടിയുടെ കീ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പേഴ്സണൽ ആയിട്ടുള്ള ബിലോങ്സ് വീട്ടിൽ വെച്ചുകൊണ്ട് പോവുക. അറൈവ് 30 to 45 minutes, നേരത്തെ പറഞ്ഞ പോലെ 30 മിനിറ്റിന് മുകളിൽ തന്നെ നമ്മൾ എത്താൻ ശ്രമിക്കുക. ദെൻ വാട്ട് ടു വെയർ, ഇനി നമ്മൾ ധരിക്കേണ്ടത്, അതായത് റെക്കമെൻഡഡ് ക്ലോത്തിങ്, അതായത് മാന്യമായിട്ടുള്ളൊരു ഡ്രസ്സ് തന്നെ സെലക്ട് ചെയ്യുക. അതിനിടയിൽ നേരത്തെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഏതൊക്കെ ഡ്രസ്സ് ധരിക്കേണ്ട, ഹുഡീസ്, ഹാറ്റ്, ക്യാപ്പ്, ഈ പറയുന്ന സംഭവങ്ങളൊന്നും അങ്ങനത്തെ ഡ്രസ്സൊന്നും ധരിക്കേണ്ട. നോർമലി ഇപ്പോൾ ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ സ്ലീവ് ഒന്നും പറ്റത്തില്ല, ടീഷർട്ട് ആയിരിക്കും നല്ലത്. സിമ്പിൾ ആയിട്ടുള്ള ടീഷർട്ട് ഓർ ഷർട്ട്, ഷോർട്ട് സ്ലീവ് ആണ് പ്രിഫേർഡ്. ഫുൾ സ്ലീവ് ആയിട്ടുള്ള ഷർട്ട് ഇടണ്ട, ഹാഫ് സ്ലീവ് ആയിട്ടുള്ള ഷർട്ട്, ടീഷർട്ട്, അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ടുള്ള പാൻസ്, സ്ലിപ്പ് ഓൺ ഷൂസ്, അത് വളരെ കുറേ ടൈസ് ഉള്ള ഷൂസൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമുക്ക് പെട്ടെന്ന് റിമൂവ് ചെയ്ത് അകത്തേക്ക് കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഫുട് വെയേഴ്സ് ധരിക്കുക. ആൻഡ് ഓൾസോ കംഫർട്ടബിൾ ആയിട്ടുള്ള സോക്സ്, ഇതൊക്കെയാണ് നമ്മൾ വെയർ ചെയ്യേണ്ടത്, അതായത് ധരിച്ചുകൊണ്ട് പോവേണ്ടത്. ഇനി അവോയ്ഡ് വെയറിങ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഹുഡീസ്, ജാക്കറ്റ്, അങ്ങനത്തെ സംഭവങ്ങളൊന്നും ധരിച്ചിട്ട് നമ്മൾ പോകണ്ട. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് സ്മൂത്ത് ആയിട്ട് ഒരു പ്രശ്നമില്ലാതെ എക്സാം സെൻറ്ററിലേക്ക് കയറാവുന്ന കുറച്ച് ടിപ്സുകളാണ് പറഞ്ഞത്. ഇനി സ്പെഷ്യൽ സർക്കംസ്റ്റൻസസ് ആൻഡ് അക്കോമഡേഷൻ. ഇനി എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ കുട്ടികളുള്ള അമ്മമാരൊക്കെ ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ നേരത്തെ കൂട്ടി അത് എക്സാം സെൻറ്ററിൽ അറിയിക്കുക. ഓക്കെ, അതല്ലാതെ എക്സാമിൻ്റെ അന്ന് വന്നിട്ട് എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, കുട്ടിയുണ്ട് എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ അലൗഡ് അല്ല. അതാണ് അവർ ഒരു പെർട്ടിക്കുലർ ടൈം പീരീഡ് പറയുന്നുണ്ട്. ബിഫോർ 48-72 hours ബിഫോർ ദ എക്സാമിന് മുന്നേ നമ്മളുടെ എക്സാം സെൻറ്ററുമായിട്ട് കോൺടാക്ട് ചെയ്യുക. നഴ്സിംഗ് മദേഴ്സ്, വിച്ച് മീൻസ് മദേഴ്സ് ആണെന്നുണ്ടെങ്കിൽ. ദെൻ മെഡിക്കൽ കണ്ടീഷൻ അല്ലെങ്കിൽ ഡിസബിലിറ്റീസ്, ഏതെങ്കിലും തരത്തിൽ നമുക്ക് ഡിസബിലിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസോ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതും ഈ പറയുന്ന പോലെ 2-3
വീക്സിന് കുറച്ച് ദിവസം എക്സാമിന് കുറേ മുന്നേ തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്യുക എക്സാം സെൻറ്ററുമായിട്ട്. അല്ലാതെ എക്സാമിൻ്റെ തലേ ദിവസമോ അന്ന് വന്നിട്ട് നമുക്ക് അലൗഡ് അല്ല. അപ്പോൾ നേരത്തെ അത് പറഞ്ഞു കഴിഞ്ഞാൽ സബ്മിറ്റ് മെഡിക്കൽ, നമുക്ക് എന്തെങ്കിലും ഡിസബിലിറ്റീസോ മെഡിക്കൽ ആയിട്ടുള്ള എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി നമ്മളുടെ മെഡിക്കൽ ഡോക്യുമെൻറ്റേഷൻ എക്സാം സെൻറ്ററിൽ സബ്മിറ്റ് ചെയ്യുക. ആഫ്റ്റർ ദാറ്റ് ഒരു 2-3 വീക്സിനുള്ളിൽ അവരെന്തായാലും അലോ ചെയ്തിട്ടുള്ള ഇത് നമുക്ക് തരുന്നതായിരിക്കും. ദെൻ അക്കോമഡേഷനോ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും പ്രത്യേകമായിട്ട് പറയാം. ദെൻ റിക്വേർഡ് മെഡിക്കേഷൻസ്, അതായത് കോണ്ടാക്ട് സെൻറ്റർ അറ്റ്ലീസ്റ്റ് 72 hours ബിഫോർ, അതായത് പ്രൊവൈഡ് എന്തെങ്കിലും മെഡിക്കേഷൻസ് വേണമെന്നുണ്ടെങ്കിൽ അത് ഡോക്ടറിൻ്റെ സർട്ടിഫിക്കറ്റോട് കൂടി കറക്റ്റായിട്ട് അതവിടെ സബ്മിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതും അവർ അലോ ചെയ്ത് തരും. അതല്ലാതെ പറയുന്ന പോലെ എക്സാമിന് ഒരു ദിവസം മുന്നോ അല്ലെങ്കിൽ എക്സാമിൻ്റെ തലേന്നോ അല്ലെങ്കിൽ എക്സാമിൻ്റെ അന്ന് ചെന്നിട്ടോ നമുക്ക് മെഡിക്കേഷൻസ് വേണമെന്ന് പറഞ്ഞാൽ അവർ അലോ ചെയ്യില്ല. അതാണ് ടൈം പീരീഡ് പറയുന്നത്. 72 hours ബിഫോർ ദ എക്സാം, എക്സാമിന് 72 മണിക്കൂറിന് മുന്നേ എങ്കിലും അത് എക്സാം സെൻറ്ററിൽ നമ്മൾ അറിയിച്ചിരിക്കണം. ഐ റിപ്പീറ്റ് ദാറ്റ്, ഡോണ്ട് സ്കിപ്പ് ദിസ് വീഡിയോ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ മിസ്സായി പോയി കഴിഞ്ഞാൽ മേ ബി നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യപ്പെടും. ദെൻ അടുത്തത് റിലീജിയസ് അക്കോമഡേഷൻസ്. ഓക്കെ, ഇനി റിലീജിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നുണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യുക ചെയ്യേണ്ടത്, കുറച്ച് സമയം എക്സാമിന് കുറേ മുന്നേ തന്നെ എക്സാം സെൻറ്ററിനോട് നേരത്തെ കൂട്ടി അത് പറഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ നമ്മൾ പറയാം, എന്തെങ്കിലും അക്കോമഡേഷൻസ് കാര്യങ്ങൾ വേണോ എന്നുണ്ടെന്നൊക്കെ. ദെൻ കോൺസിക്വൻസസ് ഫോർ റൂൾ വയലേഷൻസ്. ഇനി കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. എന്താ ഈ പറയുന്ന പോലെ അത് വയലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന കോൺസിക്വൻസസ് ആണ് പറയുന്നത്. അതായത് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ. അപ്പോൾ ഇതൊക്കെ അതായത് എക്സാമിൻ്റെ ടെസ്റ്റിൽ എക്സാം സെൻറ്ററിലേക്ക് ടെസ്റ്റിൻ്റെ ആ ഒരു ക്ലാസ് റൂമിലേക്ക് കയറിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വയലേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ നമ്മളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വീഴ്ച പറ്റിയാൽ നമ്മൾ അതിന് ഒരുപാട് വില കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഒന്ന്, പ്രീ ടെസ്റ്റ് വയലേഷൻ വിച്ച് മീൻസ് ഓട്ടോമാറ്റിക് ഡിനയൽ എൻട്രി, അതായത് പ്രൊഹിബിറ്റഡ് ഐറ്റംസ് ഇൻ പൊസേഷൻ. ഓക്കെ, എന്തെങ്കിലും പൊസഷൻ എന്തെങ്കിലും നമ്മളുടെ കാര്യങ്ങൾ പറഞ്ഞ എക്സാമിന് മുന്നേ കൊണ്ടുവരാൻ പാടില്ലാത്ത കുറച്ച് സാധനങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുമെല്ലാം കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഡിസ്ക്വാളിഫൈ ആകും. ആൻഡ് ലേറ്റ് അറൈവൽ, 30 മിനിറ്റിൽ അത്രയും കറക്റ്റ് സമയത്ത് അത് കഴിഞ്ഞിട്ട് എത്തിയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഡിസ്ക്വാളിഫൈ ചെയ്യും. ഇനബിലിറ്റി ടു പാസ് സെക്യൂരിറ്റി സ്ക്രീൻ, ചിലപ്പോൾ സെക്യൂരിറ്റി സ്ക്രീനിങ് നേരത്തെ പറഞ്ഞു, കുറച്ച് സ്ക്രീനിങ് ഉണ്ട്, മെറ്റൽ ഡിറ്റക്ടർ വരെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രീ ടെസ്റ്റ് വയലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എക്സാം ഫീ 18,000 ആണ്. അതങ്ങനെ തന്നെ നമുക്ക് പോയി കിട്ടും. ദെൻ ഡ്യൂറിങ് ടെസ്റ്റ് വയലേഷൻ, ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് ഇമ്മീഡിയറ്റ് കോൺസിക്വൻസസ്, ടെസ്റ്റ് ടെർമിനേഷൻ, ചിലപ്പോൾ നമ്മൾ അവിടെ എടുത്ത് പുറത്താക്കും. കാരണം എന്താണ്, റിമൂവ് ഇമ്മീഡിയറ്റ്ലി, അതായത് സ്കോർ ക്യാൻസലേഷൻ, റിസൾട്ട് വയലേറ്റ്, അവോയ്ഡഡ്, ഫ്രീ ഫോർച്യൂണർ, നോ റീഫണ്ട്. ഈ 18,000 രൂപ എന്ന് പറയുന്ന അവർ റീഫണ്ട് ചെയ്ത് തരില്ല. കാരണം എക്സാമിൻ്റെ അകത്തിരിക്കുമ്പോൾ നേരത്തെ കുറച്ച് വയലേഷൻസ് പറഞ്ഞല്ലേ, അതായത് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മളേതായിട്ടുള്ള രീതിയിൽ മറ്റുള്ളവരെ ഇറിറ്റേറ്റ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതല്ലാത്ത രീതിയിൽ ബിഹേവിയർ വന്നു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ഒരു ഇതുണ്ടാവില്ല, ഇമ്മീഡിയറ്റ്ലി നമ്മൾ അവർ പിടിച്ച് പുറത്താക്കും. ചിലപ്പോൾ നമ്മളുടെ റിസൾട്ട് വരെ തടഞ്ഞു വയ്ക്കും. ദെൻ സീരിയസ് വയലേഷൻ റിസൾട്ടിൻ, അതായത് സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് കുറച്ചുണ്ട്, അത് പാലിച്ചില്ല എന്നുണ്ടെങ്കിൽ പെർമനൻ്റ് ആയിട്ട് നമ്മളുടെ ഇത് ബാൻ ചെയ്ത് കളയും. പെർമനൻറ്റ് ബാൻ ഫ്രം ഓൾ പിയേഴ്സ് ആൻഡ് ടെസ്റ്റ് PTE ടെസ്റ്റ്. പിന്നെ ഒരു എക്സാം നമുക്ക് ചെയ്യാൻ പറ്റില്ല. നോട്ടിഫിക്കേഷൻ ടു ഇൻസ്റ്റിറ്റ്യൂഷൻ, യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഇമിഗ്രേഷൻ നോട്ടിഫൈഡ് വരും. പിന്നെ ലീഗൽ ആക്ഷൻ വരും. എക്സാമ്പിൾ യൂസിങ് ഹിഡൻ ഇലക്ട്രോണിക് അതായത് ഇലക്ട്രോണിക് ഡിവൈസ് കൊണ്ടുവരാൻ പാടില്ലാത്തത് പറഞ്ഞില്ലേ നമ്മൾ, അതൊക്കെ അതാണ് സീരിയസ് ആയിട്ടുള്ള പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് വരുന്നത്. അതിലെങ്ങനെ എന്തെങ്കിലും ഇലക്ട്രോണിക് ഡിവൈസ് എന്തെങ്കിലും സംഭവങ്ങൾ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മളവിടെ പിന്നെ ലീഗലായിട്ട് നമ്മൾ മൂവ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ PTയുടെ ഒരു ടെസ്റ്റ് പിയേഴ്സൺ PTE എക്സാം ഒന്നും തന്നെ നമുക്ക് പിന്നീട് എഴുതാൻ പറ്റില്ല, കംപ്ലീറ്റ്ലി ബാൻ ആകും. ഈ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ട് വേണം പോവാൻ. ദെൻ
ഫ്രീക്വൻലി ആസ്ക്ഡ് ക്വസ്റ്റ്യൻസ് വിച്ച് മീൻസ്, അതായത് ചിലവർ കുറേ സംശയങ്ങൾ, ഞാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞു ഒരുപാട് പേർക്ക് കുറച്ച് സംശയങ്ങളുള്ള ഏരിയ ആണ് എന്തൊക്കെ ചെയ്യണം ചെയ്യേണ്ടെന്നുള്ളത്. അപ്പോൾ കോമൺലി ഫ്രീക്വൻ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഒന്ന്, can I bring my phone if it's completely switched off? No. കംപ്ലീറ്റ് സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഫോണിനെ അലൗ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദ്യം. നോ. ആൻസർ ഈസ് നോ. ഒരു മൊബൈൽ ഫോൺ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, കൊണ്ടുപോകാൻ പറ്റില്ല. അവർ ലോക്കറിൽ വെച്ച് അത് പൂട്ടി വയ്ക്കും. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഇഫ് ഐ നീഡ് മെഡിക്കേഷൻ ഡ്യൂറിങ് ദ 2 hours ടെസ്റ്റ്? അതായത് 2 മണിക്കൂറിലുള്ള ആ ഒരു മെഡിക്കേഷൻ, വാട്ട് ഇഫ് ഐ നീഡ് എന്തെങ്കിലും കാരണവശാൽ എനിക്ക് മെഡിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ആ 2-3 മണിക്കൂറിനുള്ള എന്തായിരിക്കും ചെയ്യുക? കോൺടാക്ട് ടെസ്റ്റ് സെൻറ്റർ അറ്റ്ലീസ്റ്റ്, അന്ന് ചെന്നിട്ടല്ല പറയേണ്ടത്, ഒരു 72 മണിക്കൂറിന് മുന്നേ, എക്സാം തുടങ്ങുന്ന 72 മണിക്കൂറിന് മുന്നേ എന്ത് ചെയ്യുക, എക്സാം സെൻറ്ററിനെ കോൺടാക്ട് ചെയ്തിട്ട് വേണം മെഡിക്കേഷൻസ് ആവശ്യമുണ്ടെങ്കിൽ അത് ചോദിക്കാൻ. ദെൻ കെൻ ഐ വെയർ മൈ വാച്ച് ടു ചെക്ക് ദ ടൈം? ടൈം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വാച്ച് കെട്ടാൻ പറ്റുമോ എന്ന്? നോ. കാരണം ഓൾറെഡി മോണിറ്ററിൽ നമുക്ക് ടൈം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ എക്സാം മൂവ് ചെയ്യുക. ദെൻ വാട്ട് ഹാപ്പൻ ഇഫ് ഐ അറൈവ് എക്സാക്ട്ലി ഓൺ ടൈം? അതായത് കറക്റ്റ് ടൈമിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് ഹാപ്പൻ ഇഫ് അറൈവ് എക്സാക്ട്ലി ഓൺ ടൈമിൽ? അതിപ്പോൾ 9 മണിക്കാണ് എക്സാം എങ്കിൽ കറക്റ്റ് 9 മണിക്ക് എത്തിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? എൻട്രി ഡിനൈ ചെയ്യും. കാരണം നേരത്തെ പറഞ്ഞു 30 മിനിറ്റിന് മുന്നേ തന്നെ എത്തണം എന്ന് പറഞ്ഞു. കാരണം നമുക്ക് ഒരുപാട് ചെക്കിങ്ങും സെക്യൂരിറ്റി ചെക്കിങ് കാര്യങ്ങളുള്ളതുകൊണ്ടാണ് ഈ 30 മിനിറ്റ് മുന്നേ എത്തണം എന്ന് പറഞ്ഞത്. ഒരു കാരണവശാലും നമ്മൾ എക്സാക്റ്റ് ടൈമിന് കാത്തു നിൽക്കരുത്. ദെൻ can I bring water into the test room? ടെസ്റ്റ് റൂമിലേക്ക് വാട്ടർ കൊണ്ടുപോകാൻ പറ്റുമോ? നോ. നമ്മളുടെ കയ്യിലുള്ള വാട്ടർ ബോട്ടിലോ ഒന്നും തന്നെ നമ്മുടെ കയ്യിൽ ഒന്നും കൊണ്ടുപോകാൻ പാടില്ല. നത്തിങ്, ഒന്നുമില്ല. ഐ മീൻ നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സസ് അല്ലാതെ വേറൊന്നും നമ്മൾ അകത്തേക്ക് കയറ്റാൻ അലൗഡ് അല്ല. അപ്പം അതുകൊണ്ട് അതൊന്നും കൊണ്ടുപോകണ്ട. ചില സെൻറ്റേഴ്സിൽ വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഹൗ ലോങ് ഡസ് ചെക്ക് ഇൻ ആക്ച്വലി ടേക്ക്? എത്ര നേരം പിടിക്കുന്നു ഈ ചെക്കിങ്ങിൽ? അതായത് ഒരു അറൗണ്ട് ഒരു 15-25 മിനിറ്റ് എടുക്കും എല്ലാ സെക്യൂരിറ്റി ചെക്കിങ്ങും കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് കയറാൻ. ദെൻ വാട്ട് ഇഫ് മൈ പാസ്പോർട്ട് ഫോട്ടോ ലുക്സ് വെരി ഡിഫറെൻറ്റ് ഫ്രം നൗ? ഇപ്പം കാണുന്ന ഒറിജിനലി നമ്മളുടെ ഇപ്പോൾ ഉള്ള ഫേസിനേക്കാളും കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ് നമ്മുടെ പാസ്പോർട്ടിലുള്ള ഫോട്ടോ എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എന്ന്? സിഗ്നിഫിക്കൻറ്റ് ചേഞ്ചസ്, അതായത് ഹെയർ കട്ട്, ബിയേർഡ്, അല്ല നമ്മളുടെ ഫിസിക്കലി ഉള്ള എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അത് കുഴപ്പമില്ല. ബട്ട് ഒരു 5 വർഷത്തിൽ കൂടുതൽ ഇപ്പോൾ ഉള്ള നമ്മളെക്കാളും ഒരു 5 വർഷത്തിൽ പഴകിയതാണ് നമ്മളുടെ പാസ്പോർട്ട് എങ്കിൽ മേ ബി അത് അലൗ ചെയ്യില്ല കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് വേണം. ദെൻ ക്യാൻ ഐ ടേക്ക് നോട്ട്സ് ത്രൂ ഔട്ട് ദ എൻറ്റയർ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നോട്ട് എഴുതിയെടുക്കാൻ പറ്റുമോ എന്ന്? യെസ്, നോട്ട് എഴുതിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ട്, ഒരു നോട്ട് പാഡും മാർക്കറും തരുന്നുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള നോട്ട് എഴുതിയെടുക്കാം. ഓക്കെ. വാട്ട് ഇഫ് ഐ ആം റണ്ണിങ് ലേറ്റ് ഡ്യൂ ടു എമർജൻസി? എന്തെങ്കിലും എമർജൻസി കാര്യങ്ങളാൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ, എമർജൻസി കാര്യങ്ങൾ എന്തെങ്കിലും പറ്റിയിട്ട് നമുക്ക് എക്സാമിന് എത്താൻ ലേറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് സെൻറ്ററിനെ കോൺടാക്ട് ചെയ്ത് പോവാം. ദെൻ ആർ പ്രിസ്ക്രിപ്ഷൻ ഗ്ലാസസ് ഇൻസ്പെക്റ്റഡ് എവറി ടൈം? അതായത് യെസ്, അതായത് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഗ്ലാസസ് ആണെന്നുണ്ടെങ്കിൽ അവർ ഇത് ചെയ്യും, ഇൻസ്പെക്ട് ചെയ്യും. അതിനുശേഷം മാത്രമേ നമുക്കത് അലൗഡ് ഉള്ളൂ. ദെൻ ക്യാൻ ഐ ചൂസ് നോട്ട് ടു ടേക്ക് ദ ഓപ്ഷണൽ ബ്രേക്ക്? യെസ്, ഓപ്ഷണൽ ബ്രേക്ക് എടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റീഡിംഗ് ടാസ്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഓപ്ഷണൽ ബ്രേക്ക് എടുക്കാം. അതായത് ഓപ്ഷനാണ്, നമുക്ക് വേണമെങ്കിൽ മാത്രം എടുക്കാം, വേണ്ടെങ്കിൽ അത് ഇറലവൻ്റ് ആയിട്ട് നമുക്ക് എടുക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ വിച്ച് മീൻസ് നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള എന്തെങ്കിലും വാഷ്റൂം യൂസ് ചെയ്യാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഓപ്ഷണൽ ബ്രേക്ക് അലൗഡ് ആണ്. അത് ആ 10 മിനിറ്റ് എന്നുള്ള 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനടി നമ്മൾ എക്സാം സെൻറ്ററിലേക്ക് കയറി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ വാല്യുബിൾ ആയിട്ടുള്ള ടൈം തന്നെയായിരിക്കും മിസ്സാവുക. ഓക്കെ, ഇനി ഫൈനലായിട്ടുള്ളൊരു ചെക്കപ്പാണ് നമ്മൾ പറയുന്നത്. ഒന്ന് 1 വീക്ക് ബിഫോർ നമ്മൾ പറഞ്ഞു എന്താണ്, എക്സാം സെൻറ്റർ, കോണ്ടാക്ട് നമ്പർ, ലൊക്കേഷൻ അതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക. പാസ്പോർട്ട് ചെക്ക് ചെയ്യുക. വാലിഡ് ടിൽ 6 months, അതായത് വാലിഡ് ആണോ എന്നുള്ളത് നോക്കുക, അൺഡാമേജ്ഡ് അല്ലാന്ന് നോക്കുക. നമ്മളുടെ നെയിം രജിസ്ട്രേഷനിലും പാസ്പോർട്ടിൽ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അക്കോമഡേഷൻ വേണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ കോണ്ടാക്ട് ചെയ്യുക. റിവ്യൂ പ്രൊഹിബിറ്റഡ് ഐറ്റം ലിസ്റ്റ്, പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ നോക്കിയിട്ട് അത് സെറ്റ് ചെയ്ത് വെക്കുക. ആൻഡ് ഓൾസോ 1 day ബിഫോർ, ഒരു ദിവസം മുന്നേ ആണ്, നേരത്തെ പറഞ്ഞത് തന്നെയാണ്, ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ദ റൂട്ട്, അതായത് നോ എക്സാക്ട് റൂട്ട് ടു ടെസ്റ്റ് സെൻറ്റർ. ടെസ്റ്റ് സെൻറ്ററിലേക്കുള്ള എക്സാക്ട് റൂട്ട് ഏതാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കി വെക്കണം. അല്ലാതെ എക്സാമിൻ്റെ അന്ന് കിടന്ന് നമുക്ക് റൂട്ട് ചെക്ക് ചെയ്യാനൊന്നും സമയം ഉണ്ടാവില്ല.
പ്രിപ്പയർ സിമ്പിൾ ഔട്ട്ഫിറ്റ് ധരിച്ചിട്ട് പോവുക. 7-8 മണിക്കൂർ നമ്മൾ കൃത്യമായിട്ട് ഉറങ്ങുക. ആൻഡ് ഓൾസോ നമ്മുടെ ബ്രെയിന് റെസ്റ്റ് കൊടുക്കുക. എക്സാമിന് തലേ ദിവസം വരെ ഒരു ടൈം ലിമിറ്റ് വെച്ചിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ദെൻ ടെസ്റ്റ് ഡേ മോർണിംഗ് ആകുമ്പോൾ ഒറിജിനൽ ആയിട്ടുള്ള പാസ്പോർട്ടും നമ്മളുടെ കൺഫർമേഷൻ സംഭവങ്ങളൊക്കെ കൊണ്ടുപോവുക. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. റെസ്റ്റ് റൂം യൂസ് ചെയ്യുക. വീട്ടിൽ നിന്ന് തന്നെ നമ്മളുടെ വാഷ്റൂമൊക്കെ യൂസ് ചെയ്തിട്ട് പോരുക. ആൻഡ് ഓൾസോ റിമൂവ് ഓൾ ജ്വൽസ് ആൻഡ് ജ്വല്ലറീസ് ആൻഡ് വാച്ചസ് എല്ലാം തന്നെ വീട്ടിൽ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ബിലോങ്ങിങ്സ് എല്ലാം തന്നെ വീട്ടിൽ വെച്ചിട്ട് പോവുക. വെയർ സിമ്പിൾ ആൻഡ് കംഫർട്ടബിൾ ക്ലോത്തിങ് ആൻഡ് ഓൾസോ അറൈവ് 30 to 45 minutes 30-45 മിനിറ്റിനുള്ളിൽ എത്തുക. ദെൻ ടെസ്റ്റ് സെൻറ്ററിൽ ചെല്ലുമ്പോൾ പാസ്പോർട്ട് റിസപ്ഷനിൽ കൊടുക്കുക. ഓൾ ബിലോങ്ങിങ്സ് ഇൻ ടു എ അലൗഡ് അസൈൻഡ് ലോക്കർ. നമുക്ക് അസൈൻ ചെയ്ത് തന്നിരിക്കുന്ന ലോക്കറിൽ തന്നെ കൊണ്ടുപോയി വയ്ക്കാം. മറ്റുള്ളവരെ ലോക്കറിലേക്ക് വയ്ക്കേണ്ട. കംപ്ലീറ്റ് ബയോമെട്രിക് എൻറോൾമെൻറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ പോകുള്ളൂ. സ്റ്റാഫ് പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ഫോളോ അപ്പ് ചെയ്യുക. ആൻഡ് ഓൾസോ എൻ്റർ ദ ടെസ്റ്റ് റൂം വിത്ത് നത്തിങ്. ഒന്നുമില്ലാതെ വിച്ച് മീൻസ് നമ്മൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അല്ലാതെ നമ്മുടെ കയ്യിൽ പ്രൊഹിബിറ്റഡ് ആയിട്ടുള്ള ഓരോ ഐറ്റംസും അകത്തേക്ക് കയറ്റാൻ പറ്റില്ല. ഫോക്കസ് ഓൺ പെർഫോമിങ് യു ബെസ്റ്റ്. നമ്മൾ നമ്മളുടേതായിട്ടുള്ള കമ്പ്യൂട്ടറിൽ നോക്കിയിരിക്കുക. മറ്റുള്ളവരോട് സംസാരിക്കാനോ ഇതാക്കാനോ നിൽക്കരുത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ എക്സാമിന് ചെല്ലുമ്പോൾ ആ സെൻറ്ററിൽ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. പിന്നെ കീ റിമൈൻഡേഴ്സ് ഒന്ന് റിമൈൻഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് കാര്യം കൂടി ഉണ്ട്. പാസ്പോർട്ട് ഇസ് ദ ഓൺലി അക്സെപ്റ്റഡ് ID. പാസ്പോർട്ട് മാത്രമേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ID ഉള്ളൂ. അത് കൃത്യമായിട്ട് കൊണ്ടുപോവുക. 30 മിനിറ്റിന് നേരത്തെ എത്തുക. ഒന്നുമില്ലാതെ അബ്സല്യൂട്ട്ലി നത്തിങ്. നോ വാച്ചസ് അലൗഡ്. പാം വെയിൻ സ്കാനിങ് റിക്വേർഡ്. അതായത് പാം വെയിൻ വിച്ച് മീൻസ് നമ്മുടെ കൈപ്പത്തി വെച്ചിട്ടുള്ള ബയോമെട്രിക് സ്കാനിങ്. ഓൾ ബിഹേവിയർ മെൻഷൻഡ്. അതായത് അണ്ടർ CCTV സർവീലൻസിലാണ്. സോ നമ്മൾ ഒരു മിസ്ബിഹേവിയർ അവിടെ നടക്കത്തില്ല. റിസൾട്ട് ഇൻ 48 hours 5 days. വിത്തിൻ 2-3 ഡേയ്സിനുള്ളിൽ എന്തായാലും നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യും. വയലേഷൻ ഇസ് ഈക്വൽ ടു ഡിസ്ക്വാളിഫിക്കേഷൻ. പിന്നീട് നേരത്തെ പറഞ്ഞ 3 സീരിയസ് ആയിട്ടുള്ള വയലേഷൻസും കോൺസിക്വൻസസും പറഞ്ഞു. ഇതിലേതെങ്കിലും നമ്മൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഡിസ്ക്വാളിഫൈഡ് ആവും. പിന്നീട് നമുക്ക് ഒരു ടെസ്റ്റും സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ബാൻ ആവും. ന്യൂ ക്വസ്റ്റ്യൻസ് ടൈപ്പ് ഈസ് എഫക്ട്. സമ്മറൈസ് ഗ്രൂപ്പ് ഡിസ്കഷൻ, റെസ്പോണ്ടേഴ്സ് ഇറ്റേഷൻ പുതുതായിട്ട് വന്നതാണ്. അത് നന്നായിട്ട് ചെക്ക് ചെയ്യുക. അപ്ഡേറ്റ് വിസ സ്കോർ റിക്വയർമെൻറ്റ്സ്. അതായത് ചെക്ക് ലേറ്റസ്റ്റ് മിനിമം അപ്ലൈ. കറക്റ്റായിട്ടുള്ള സംഭവങ്ങൾ നമ്മൾ എത്ര റിക്വയർഡ് സ്കോർ വേണം കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മൾ എക്സാം സെൻറ്ററിലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ടതും ഡൂസ് ആൻഡ് ഡോൺസ് ഫോർ എന്നാണ് നമ്മൾ എക്സാം സെൻറ്ററിലേക്ക് പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ചെയ്യേണ്ടാത്ത കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇതിലേതെങ്കിലും ഒന്ന് തെറ്റ് വരുത്തിയാൽ കംപ്ലീറ്റ്ലി ഡിസ്ക്വാളിഫൈ ആകും. സോ ബി കെയർഫുൾ. ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ കാണുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാനിവിടെ പ്രസൻറ്റ് ചെയ്തത്. സോ ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ മിസ്സാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മേ ബി വലിയൊരു ഇതിലായിരിക്കും നമ്മൾ ചെന്ന് കയറുക. ആൻഡ് ഓൾസോ റീഫണ്ടബിളും അല്ല. ഓക്കെ, അപ്പം അതുകൊണ്ട് ബി കെയർഫുൾ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കീപ്പ് ഇൻ മൈൻഡ്. സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമൻറ്റ് ബോക്സിൽ കോമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു.